നിങ്ങളുടെ പേഴ്സന്റെ രാത്രികാല ചിന്തകൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ടൈമാണിതെന്ന് കാണുന്നുണ്ട്. അതിൻ്റെ റീസൺ കുറച്ച് പേർക്കെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു മേജർ ചേഞ്ച് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഇത്തരം തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് എങ്കിലും ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. ആൻഡ് യെസ്, സഫറിങ് ഇൻ സൈലൻസ്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ ഒരു രാത്രി കാല സമയങ്ങളിൽ അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു എങ്കിലും ആ ഒരു കാര്യം ഓർത്തിട്ട് അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവർക്ക് നിങ്ങൾക്കിടയിൽ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു സൈലൻസ് കുറച്ച് നാളുകളായിട്ട് നിലനിൽക്കുന്നതിൻ്റെ പേരിൽ അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളും ഈ ഒരു സമയത്ത് ഒരുപാട് സഫർ ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരുപാട് രീതിയിൽ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുമായിരുന്നു. പക്ഷെ ഈ ഒരു മൊമെന്റിൽ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നില്ല. അതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ നൈറ്റ് ടൈംസിൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളെ ഓർക്കുന്ന സമയത്ത്. നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്ത ഓരോ നിമിഷവും അവർക്ക് അത്രയധികം വേദന അവർക്ക് നൽകുന്നുണ്ട്. യെസ്, എങ്കിൽ പോലും അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോപ്പ് ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും അതെല്ലാം സഫർ ചെയ്യാനും അതെല്ലാം സാക്രിഫൈസ് ചെയ്യാനും അവർ തയ്യാറാണ്. ഈവൻ എന്ത് സാഹചര്യങ്ങളാണെങ്കിൽ കൂടിയും അവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു സമയത്ത് ആ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് ഉണ്ടാവുന്നത് നിങ്ങളും അവരും ഒരുമിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു റീയൂണിയൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ്. ഈ നൈറ്റ് ടൈംസിൽ അവർ നിങ്ങളോടുള്ള ആ ഒരു സ്പിരിച്വൽ യൂണിയനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആ രണ്ടുപേരുടെയും ചിന്താഗതികൾ ഒരേ ഒരു രീതിയിലാണെന്നാണ് കാണുന്നത്. മേ ബി നിങ്ങളിൽ പലരും ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ സോൾമേറ്റ് റിലേഷൻഷിപ്പിലായിരിക്കാം. ആൻഡ് യെസ്, ഒരുപാട് തവണ അവരുടെ ലൈഫിൽ അവർ പല സാഹചര്യങ്ങളിൽ അവർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. മേ ബി അത് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ആയിരിക്കാം, അവരുടെ കരിയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. മറ്റ് വ്യക്തികളെല്ലാം ഇവരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആ വ്യക്തിയെ തളർത്തുന്നുണ്ട്. ഫിസിക്കലി ആയിരുന്നാലും മെൻ്റലി ആയിരുന്നാലും ഒരുപാട് അവർ തകർന്നു പോവാണ്. നിങ്ങൾ പോലും അവരോടൊപ്പം ഇല്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് ഒരുപാട് അവർ ജീവിതത്തിൽ തന്നെ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായാൽ മാത്രം അവർക്ക് ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, ഒരു റീബർത്ത് ഉണ്ടാവും എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അവർ നല്ല രീതിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള കാർഡ്സ് ആണ് എല്ലാം വരുന്നത്. നിങ്ങൾ തമ്മിൽ എന്താണ് യൂണിവേഴ്സ് ആയിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത് വളരെ വളരെ ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഒരു സ്പിരിച്വൽ യൂണിയൻ നിങ്ങൾക്കിടയിൽ ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഈവൻ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ആ സോളുകൾ തമ്മിൽ അത്ര അധികമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുമാറി പോകാനായിട്ട് കഴിയില്ല. ഓക്കെ, അത്രയധികം
നിങ്ങളുടെ സോൾ ബോണ്ടിങ് എന്ന് പറയുന്നത് അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തെയും അതിജീവിച്ച് ഈ വ്യക്തി ഏതൊരു തടസ്സത്തെയും അവഗണിച്ചുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വരും എന്നുള്ളതാണ് കാണുന്നത്. അവർ അത്രമാത്രം സഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഓരോ കാര്യങ്ങളും അവരുടെ ലൈഫിൽ വരുന്നത് അവർക്ക് ഈ ഒരു വേദനയുടെ മുന്നിൽ അവരുടെ സഫറിങ്സ്, അവരുടെ സ്ട്രഗിൾസ് ഒന്നും തന്നെയല്ല എന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലാവാണ്. ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് കിട്ടുന്നത് ആ ഒരു സോൾ കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു ലവിന്റെ എനർജിയാണ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അവർ ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നത് ആ ഒരു ലവ് എനർജി വൈബ്രേഷൻസിനെ കുറിച്ചാണ്. ഓക്കെ. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എൻഡ് ആയി പോകുന്നതല്ല. ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, എങ്കിൽ പോലും ഈ കണക്ഷൻ എന്ന് പറയുന്നത് അത്രമാത്രം ഒരു പവർഫുൾ ആണ്. ഓക്കെ. ഒരു മാജിക്കൽ കണക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ. അത്രയധികം എനർജറ്റിക് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ യൂണിവേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. അത്രയധികം യൂണിവേഴ്സിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് തന്നെയാണ് ഇവിടെ ഒരു മെസ്സേജ് കിട്ടുന്നത്. ആൻഡ് വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. ഓക്കെ. നിങ്ങൾ ഒരു കാര്യങ്ങളും ഒരു സ്റ്റെപ്പ് എടുക്കാനും നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസ് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങൾക്കും ഭയന്ന് പിന്മാറി നിൽക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. ആൻഡ് യെസ്, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരുപാട് ശാന്തത വരേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഓക്കെ. ആൻഡ് കൺക്ലൂഷൻസ് ആർ വിത്തിൻ റീച്ച്. ഓക്കെ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്ട്രഗിൾസും എൻഡ് ആവുന്നുണ്ട്. കൺക്ലൂഷൻസ് മേ ബി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇത്രയും നാളും എക്സ്പീരിയൻസ് ചെയ്തിരുന്നതായിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആവുന്നുണ്ടാവാം. അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവുന്നുണ്ടാവാം. ഓക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിലേക്ക് തന്നെ നിങ്ങൾ സറണ്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ളതായിട്ടുള്ള നെഗറ്റിവിറ്റീസിനെ ഓർത്ത് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഫ്യൂച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.